السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين رب العالمين. സർവാധരണീയരായ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, ശബ്ദം ശ്രവിക്കുന്ന മറ്റു മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അവയവങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന പിഴവുകളെക്കുറിച്ചുള്ള അവയവങ്ങളെ സൂക്ഷിക്കണമെന്ന അദ്കിയയിലെ ബൈത്താണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 20ാമത്തെ ബൈത്തിന്റെ പ്രത്യക്ഷ ഭാഗങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. നാവിനെ സൂക്ഷിക്കുക എന്നത് നമ്മോടുള്ള നിർബന്ധ കൽപ്പനയാണ് എന്നും, അതുപോലെ മറ്റു അവയവങ്ങളെ സൂക്ഷിക്കണമെന്നും മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കണ്ണ് അതുപോലെ സൂക്ഷിക്കേണ്ട ഒരു അവയവമാണ്. നാവ് അതുപോലെ സൂക്ഷിക്കേണ്ട അവയവമാണ്. മറ്റു മുഴുവൻ അവയവങ്ങളും അങ്ങനെ തന്നെ സൂക്ഷിക്കേണ്ട അവയവങ്ങൾ തന്നെയാണ്. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിനെ കുറിച്ച് ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തുന്നത്, ഒരു തെറ്റും കാണാത്ത കണ്ണ്, ഒരു തെറ്റും കേൾക്കാത്ത ചെവി, ഒരു തെറ്റും സ്പർശിക്കാത്ത കൈ, ഒരു തെറ്റിലേക്കും നടന്നു പോകാത്ത കാല്. ഇതെന്തൊരു ക്വാളിറ്റിയാണ്. പക്ഷെ നമ്മൾ സ്വാഭാവികമായും സാധാരണക്കാരായ മനുഷ്യരാണ്. പിഴവുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. എന്നുകരുതി തെറ്റുകൾ സംഭവിക്കണമെന്നോ സംഭവിക്കാതിരിക്കാൻ പാടില്ല എന്നൊന്നുമല്ല. തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിന് പശ്ചാത്തപിക്കുക, തെറ്റുകളിൽ നിന്ന് പിന്മാറുകയും ആ തെറ്റ് പുറത്തു വരാൻ വേണ്ടി അള്ളാഹുവിനോട് അകമറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന നിഅ്മത്തുകളെ അവൻ ഇഷ്ടപ്പെട്ട വഴിയിൽ ചെലവഴിക്കുക എന്നതാണ് ശുക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വിപരീതമായി ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും പ്രശ്നമാണ്. അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ അവൻ തന്ന നിഅ്മത്തുകളെ ഉപയോഗപ്പെടുത്തുക എന്നത് പൂർണ്ണമായും നിഷിദ്ധമായ കാര്യമാണ്. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതില്ലല്ലോ. ഇതിന് നമ്മുടെ ജീവിതത്തിൽ അവയവങ്ങളെ തെറ്റിൽ നിന്ന് പൂർണ്ണമായി മുക്തമാക്കി ജീവിക്കാനുള്ള ഏറ്റവും നല്ല ഒരു വഴി, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നീ എപ്പോഴും നിന്റെ ചിന്തയെ നീ രൂപപ്പെടുത്തേണ്ടത് ജനങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക. അതൊരു വല്ലാത്ത ഉപദേശമാണ്. ജനങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക. നമ്മൾ ഏത് തിന്മ ചെയ്യുന്നതിന്റെ പിറകിലുമുള്ള ഒരു ലക്ഷ്യം, ആളുകളുടെ ഇടയിൽ എനിക്ക് എന്ത് പറയണം, അല്ലെങ്കിൽ ആളുകൾ എന്നെ കുറിച്ച് എന്ത് പറയും, ആളുകൾ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും,
എല്ലാ തെറ്റുകളുടെയും പ്രധാനപ്പെട്ട ഹേതു അതാണ്. ആ ജനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിന് പകരം അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചാൽ നമ്മുടെ അവയവങ്ങളെ തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മുക്തമാക്കാൻ കഴിയും. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കാണാം, നീ ജീവിതത്തെക്കാൾ കൂടുതൽ മരണത്തെക്കുറിച്ച് ആലോചിക്കുക. ജീവിതത്തെക്കാൾ കൂടുതൽ മരണത്തെക്കുറിച്ച് ആലോചിക്കുക. ഇനി എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഓരോരുത്തരും, പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ളത് എന്താണുള്ളത്? ഉറപ്പുള്ളത് ഇപ്പൊ ഞാൻ ഈ സംസാരം പൂർത്തിയാക്കുമെന്ന് പറയാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ബഹുമാനപ്പെട്ട TC ഉസ്താദിന്റെ മകൻ അബ്ദുൽ ഹക്കീം സഖാഫി, അള്ളാഹു ഇരുവരുടെയും പാരത്രിക ലോകം സന്തോഷത്തിലും റാഹത്തിലും അള്ളാഹു ആക്കി കൊടുക്കുമാറാവട്ടെ. മഹാനഗറുകള് 100 കിലോമീറ്ററിലധികം വാഹനം ഓടിച്ച് തലശ്ശേരിയിൽ നിന്ന് തന്റെ വീട്ടിലെത്തിയ അയൽവക്കത്തുള്ള കല്യാണ വീട്ടിൽ ചെന്നു. അവിടെ അവരുമായി സൗഹൃദം പങ്കിട്ടു, അവർക്ക് വേണ്ടി ദുആ ചെയ്തു. വീട്ടിൽ ചെന്ന് ഭാര്യയുമായിട്ട് സംസാരിച്ചു. എല്ലാം ചെയ്ത് തന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ, കൂട്ടായ്മയിൽ സ്വലാത്ത് ചൊല്ലുന്ന സുഹൃത്തുക്കളോട് ഇന്ന് രാത്രിയാകുമ്പോഴേക്ക് നിങ്ങളെ ദിക്റുകളും സ്വലാത്തുകളൊക്കെ പൂർത്തിയാക്കണം എന്ന രൂപത്തിലൊക്കെ സംസാരിച്ച് ഇന്നു രാത്രി 9 മണിക്ക് നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ സംഗമം നടത്തണം എന്നെല്ലാം നിർദ്ദേശിച്ചുകൊണ്ട് ചെറിയ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയും അങ്ങനെ തസ്ബീഹുമാലയും പിടിച്ച് ദിക്റ് ചൊല്ലി മഹാനവറുകൾ ലോകത്തോട് വിട പറയുകയായിരുന്നു. അഥവാ നമുക്ക് എത്ര സമയം, ഇപ്പൊ എന്റെ ഈ പ്രഭാഷണം എനിക്ക് തീർക്കാൻ അല്ലെങ്കിൽ ക്ലാസ് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് മനുഷ്യന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പൊ ഉറപ്പുള്ള ജീവിതത്തെ മറന്നുകൊണ്ട് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു ജീവിതത്തിനു വേണ്ടി, കാലഘട്ടത്തേക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ് മനുഷ്യരായ നമ്മൾ. നമ്മളെക്കാൾ വലിയ വിഡ്ഢികളാരാണ്? ഇത് ഞാൻ ചോദിക്കുന്ന, എന്റെ നഫ്സിനോട് ചോദിക്കുന്ന കാര്യം കുറച്ച് ഉറക്കെ പറയാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളോട് ഉള്ള ഉപദേശമല്ല, ഓർമ്മപ്പെടുത്തലാണ്. നമ്മളെക്കാൾ വലിയ വിഡ്ഢികൾ ആരാണ് ലോകത്തുള്ളത്? കാരണം നമുക്ക് ഉറപ്പുള്ളൊരു ലോകം, ഒരു തർക്കവുമില്ലല്ലോ. മരണം എന്ന് പറയുന്ന സത്യത്തെ ഒരാളും നിഷേധിക്കുന്നില്ല. ലോകത്ത് തർക്കമില്ലാത്തൊരു കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് മരണം. അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ ചിലപ്പോൾ സംശയാസ്പദമായിട്ടൊക്കെ സംസാരിക്കുന്നവരുണ്ടാകാം. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് മരണത്തെപ്പോലെ തന്നെ സുനിശ്ചയമായ ഉറപ്പുള്ളൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ പാരത്രിക പൊതുജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ആ ജീവിതത്തെക്കുറിച്ച്, ആ മരണത്തെക്കുറിച്ച്, ജീവിതത്തെക്കാൾ കൂടുതൽ മരണത്തെക്കുറിച്ച് ആലോചിക്കുക. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മരിക്കുന്ന സമയത്ത് എനിക്ക് ഈമാൻ കിട്ടി മരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ കഴിയണം. ഇത് ആഗ്രഹിക്കാത്തവരാരുമില്ല. പക്ഷേ അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ നമ്മൾ റെഡിയല്ല. അതിന് ഏറ്റവും നല്ല ഒരു വഴി വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ആ വിഷയം ചർച്ച ചെയ്യാം. മരണത്തെക്കുറിച്ച് ആലോചിക്കുക. ആ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയം നമ്മുടെ അവയവങ്ങളെ കൊണ്ട് തെറ്റിലേക്ക് പോകാൻ കഴിയില്ല. നമ്മുടെ വിഷയം അവിടെയാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ടൊരു സാധനം കാണാൻ, ദർശിക്കാൻ തുനിയുന്ന സമയത്തു തന്നെ ഞാൻ ആലോചിക്കേണ്ടത് ഈ ഒരു പ്രവർത്തനം എന്റെ മരണസമയത്ത് എന്റെ ഈമാൻ രക്ഷപ്പെടുത്താൻ എന്നെ സഹായിക്കുമോ, അതല്ല എന്നെ പരാജയപ്പെടുത്തുമോ? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് തന്നെയാണ്. നീ ജനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിന് പകരം അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ പിന്നെ നീ തെറ്റിലേക്ക് പോകൂല. തലയിൽ തട്ടം ധരിക്കാൻ മടി വരുന്ന സമയത്ത്, നിന്റെ ഒരു അവയവമാണല്ലോ അത് തെറ്റിലേക്ക് പോകാൻ, തലമറക്കാൻ മടി തോന്നുന്ന സമയം നിന്റെ മനസ്സിലേക്ക് വരിക, പടച്ചോനെ, ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തലയിൽ തട്ടം ധരിക്കാതെ നടന്നാൽ എന്നെ പടച്ച പരിപാലിക്കുന്ന രക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ പരാജയപ്പെടൂലേ? ഞാൻ ജീവിതത്തിന് വേണ്ടി ഹറാമായ വഴിയിലൂടെ സമ്പാദിക്കാനും, അതല്ലെങ്കിൽ എനിക്ക് നാളത്തെ ഒരു രക്ഷയ്ക്ക് വേണ്ടി, ഈ കളവ് പറയുക എന്ന നാവിന്റെ തെറ്റാണ്. അവയവത്തിൽ നിന്നൊരു പ്രധാനപ്പെട്ട അവയവമാണല്ലോ നാവ്.
നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കളവ് പറയുമ്പോൾ എന്താ, എന്റെ നാളത്തെ ജീവിതത്തിൽ എനിക്ക് ആളുകളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയണം. ഒന്നിരിക്കൽ അവരെ മുമ്പിൽ എന്റെ അഭിമാനം ക്ഷതം വരാതെ നോക്കണം, അതല്ലെങ്കിൽ എനിക്ക് അഹങ്കാരിയാകണം. ഈ രണ്ട് കാര്യങ്ങൾക്ക് സാധാരണ നമ്മള് കളവ് പറയാറുള്ളത്. ഒരു തിന്മ മൂടി വെക്കാൻ വേണ്ടി കളവ് പറയുന്നത് എന്റെ അഭിമാനം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നത് എനിക്ക് അഹങ്കാരത്തിന് വേണ്ടിയാണ്. ഈ അഹങ്കാരത്തോടു കൂടി നാളെ ഞാൻ ഇവിടെ ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. പിന്നെ ഞാൻ എന്തിനാ ഈ കളവ് പറഞ്ഞ് എന്റെ ഉറപ്പുള്ള ജീവിതം നഷ്ടപ്പെടുത്തി കളയുന്നത്? അല്ലാ. അപ്പൊ അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ ഉപദേശം. പിന്നെ മുത്തുനബി തങ്ങൾ പറയുന്നത്, നീ ദുനിയാവിനേക്കാൾ കൂടുതൽ ആഖിറത്തെക്കുറിച്ച് ആലോചിക്കുക. ദുനിയാവിന് വേണ്ടി നീ അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കുന്നു, പക്ഷെ അതിനേക്കാൾ കൂടുതൽ നീ ആലോചിക്കുകയാണ്, നിന്റെ അവയവങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നീ സമ്പത്തും അതുപോലെ അനർഹപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തുക. ദുനിയാവിന് വേണ്ടി ഇന്ന് അർഹമല്ലാത്ത കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ നമ്മിൽ ആരും ഒട്ടും പിറകിലല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് സർക്കാരിൽ നിന്നുള്ളതാണെങ്കിൽ പോലും. അതിന്റെ വിശദമായ ചർച്ചയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇപ്പോ. ഇൻഷാ അല്ലാഹ് പിന്നീട് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ വാങ്ങണം, തർക്കമൊന്നുമില്ല. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങുക തന്നെ വേണം. പക്ഷേ കളവ് പറഞ്ഞ് രേഖകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി അനർഹമായ അർഹതയില്ലാത്ത ഒന്നും നമ്മൾ നേടിയെടുക്കരുത്. അള്ളാഹു തന്ന നിഅ്മത്ത്, അമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹു തന്ന നിഅ്മത്തുകളെ പുറത്തു കാണിക്കണം, അത് പ്രകടിപ്പിക്കണം. അതിനു പകരം സ്വന്തം വീട് മറ്റുള്ളവരുടെ പേരിൽ എഴുതി വെച്ച്, വീട്ടിലുള്ള വാഹനം നമ്മൾ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിയ വാഹനം മറ്റൊരാളുടെ പേരിൽ എഴുതി വെച്ച്, അല്ലെങ്കിൽ തന്റെ തോട്ടം മറ്റുള്ളവരുടെ പേരിൽ എഴുതി വെച്ച്, അത് നമുക്ക് നമ്മുടെ കാർഡ് ചോപ്പാക്കണം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കണം. അർഹതയില്ലാത്ത, ഇപ്പോ ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തം വന്നു, പ്രളയം വന്നു, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കെടുതികൾ വന്നു, ഇപ്പൊ കൊറോണ വന്നു, ആ സമയത്ത് കിട്ടുന്ന ആനുകൂല്യങ്ങളെ ലഭിക്കാൻ വേണ്ടിയിട്ട് പൊള്ളയായ ഒരുപാട് രേഖകളൊക്കെ ഉണ്ടാക്കി, പിന്നെ വല കാണാത്തവൻ മത്സ്യത്തൊഴിലാളിയാണ്, ഇതുവരെ തൂമ്പ കൈക്കോട്ടും പിക്കാസും കൈകൊണ്ട് തൊടാത്തവൻ കർഷക തൊഴിലാളിയാണ്. ഇങ്ങനെയൊക്കെ ആളുകളുണ്ട് അല്ലെ. ഇത് ഞാൻ ആരെയും വിമർശിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ശരഈയായ വശങ്ങളിലേക്കൊന്നും അല്ല ഞാനിപ്പോ പോകുന്നത്. നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ദുനിയാവിന് വേണ്ടിയിട്ട് എന്തെല്ലാം പേക്കൂത്തുകൾ, കാട്ടിക്കൂട്ടലുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് മാത്രമാണ് ഞാനിപ്പോ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഇത് മറ്റൊരു വിമർശനാത്മകമായിട്ടാരും ഇതിനെ സമീപിക്കരുത് ഈ ഒരു സംസാരത്തെ. അത് കാർഡാണെങ്കിൽ, ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള ആശയം കൂടിയാണ് ഇപ്പൊ പറയുന്നത്. കാർഡാണെങ്കിലും മത്സ്യത്തൊഴിലാളി പെൻഷനും മറ്റു എഴുതിത്തള്ളുന്ന സംവിധാനങ്ങളും കർഷക തൊഴിലാളികൾക്കുള്ളതും ഇതൊന്നും അർഹതപ്പെടാത്ത ഒന്നും, അതല്ല അഭിമാനം ശരിക്കും അല്ലെ. അതാണ് നമുക്ക് ഞാൻ ഇസ്സത്തായി കാണുന്നത് അങ്ങനെയാണ്. ഒരു വീടുണ്ടാക്കുന്ന ആള് തന്റെ വീട് സ്വന്തമായിട്ട് തന്നെ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ, മറ്റൊരാളെ മുമ്പിൽ കൈനീട്ടാതെ എനിക്ക് ഒരു വീട് നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അതല്ലേ ആത്മാഭിമാനം, അതല്ലേ അഭിമാനം. ഞാൻ എന്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഉൾപ്പെടുത്താറുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദുമാരൊക്കെ നമ്മൾ പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയാണ്, സ്വന്തം കാര്യത്തിന് മറ്റൊരാളെ മുമ്പിൽ കൈനീട്ടേണ്ട സാഹചര്യം ഉണ്ടാവരുത്. ഇല്ലാത്തവർ ചോദിക്കണം, അവര് പട്ടിണി കിടന്ന് പ്രയാസപ്പെടണമെന്നോ, വീടില്ലാത്തവന് ഒരാളെ മുമ്പിലും കൈനീട്ടാതെ തന്റെ മക്കളെ കഷ്ടപ്പെടുത്തണമെന്നൊന്നുമില്ല. അതിനൊക്കെ സംവിധാനങ്ങൾ ഇന്ന് ആധുനിക ലോകത്തുണ്ട്, പ്രാസ്ഥാനികമായിട്ടുണ്ട്, അതുപോലെ ഗവൺമെന്റിന്റെ തലത്തിലുണ്ട്, പലതുണ്ട്. അങ്ങനെയുള്ള അവകാശങ്ങൾ ഒരു നിലയിലും വിട്ടുകൊടുക്കാനും പാടില്ല. അർഹതപ്പെട്ടതെ ഒരിക്കലും നഷ്ടപ്പെടുത്താനും പാടില്ല. അത് നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. പക്ഷെ അനർഹമായത്, ദുനിയാവിന് വേണ്ടി നമ്മൾ അനർഹമായതൊന്നും നേടിയെടുക്കരുത്. കാരണം നബിതങ്ങൾ പറഞ്ഞു, നീ ദുനിയാവിനേക്കാൾ കൂടുതൽ ആഖിറത്തെക്കുറിച്ച് ആലോചിക്കണം. എന്നിട്ട് പിന്നെ പറഞ്ഞു, നാലാമതായി പറഞ്ഞ ഉപദേശമാണ്, നീ മറ്റുള്ളവരുടെ രഹസ്യങ്ങളെക്കുറിച്ച് ചൂഴ്ന്നന്വേഷിക്കുന്നതിന് പകരം
സ്വന്തം രഹസ്യങ്ങളെ കുറിച്ച് ആലോചിക്കുക. അത് വല്ലാത്തൊരു ഉപദേശമാണ്. നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ, നമ്മുടെ ചെവിയെ സൂക്ഷിക്കാൻ, കണ്ണിനെ സൂക്ഷിക്കാൻ, ചിന്തകളെ നിയന്ത്രിക്കാൻ. ഏറ്റവും ഒരു വലിയൊരു അപകടകാരിയാണ് ചിന്ത എല്ലാത്തിന്റെയും തുടക്കമാണ് അല്ലെ. ചിന്തിച്ചുകൊണ്ടാണ് നമുക്ക് ഉദാഹരണം പറയാം. ഒരു യൂട്യൂബറാണ്, അദ്ദേഹത്തിന് മനസ്സിൽ എപ്പോഴും തന്റെ യൂട്യൂബിന്റെ കുറഞ്ഞ സബ്സ്ക്രൈബും അല്ലെങ്കിൽ വ്യൂവേഴ്സും ഇത് ചിലപ്പോൾ പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ അതോടൊപ്പം എന്റെ കൂടെയുള്ള ഒരാൾക്ക് അതിനേക്കാൾ കൂടുതൽ സബ്സ്ക്രൈബും വ്യൂവേഴ്സും വരുമ്പോഴാണ് നമ്മളെ മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടാകുന്നത് അല്ലെ, പ്രയാസം ഉണ്ടാകുന്നത്. നമ്മളെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ പ്രശ്നമില്ല, അപ്പുറത്ത് കത്തുന്നുണ്ടെങ്കിൽ, അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ ഒരു വിഷമം. അപ്പൊ ഇതെന്തുകൊണ്ടാണ്? ഞാൻ എന്നെക്കുറിച്ച് ആലോചിക്കുക. ഇത് ഏത് യോഗമാണെങ്കിലും എല്ലാ വിഷയത്തിലും അങ്ങനെ. ഞാൻ എന്നെക്കുറിച്ച് ആലോചിക്കുക. ഞാൻ എന്താണ് ഇങ്ങനെ? ഞാൻ എന്തുകൊണ്ട് നിസ്കാരത്തിൽ എന്റെ ശ്രദ്ധ തെറ്റിപ്പോകുന്നു? എന്തുകൊണ്ട് എനിക്ക് സുന്നത്ത് നിസ്കാരം മുറ പോലെ നിർവഹിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് സുബഹിക്ക് ശേഷം ഖുർആൻ ഓതുമ്പോഴേക്ക് ഉറക്കം വരുന്നു? ആലോചിക്കുക. ഞാൻ എന്തുകൊണ്ട് സ്വലാത്ത് ചെല്ലുമ്പോഴേക്ക് എന്റെ ചിന്ത വേറെ ഏതോ റൂട്ടിലേക്ക് പോയി ആ സ്വലാത്തിന്റെ എണ്ണം തെറ്റിപ്പോകുന്നു? അതൊരു പ്രശ്നമാണ്. നമ്മൾ ആലോചിക്കേണ്ട പ്രശ്നം തന്നെയാണ്. എന്തുകൊണ്ട് എന്റെ മനസ്സ് അങ്ങനെ ആവുന്നു? ഞാൻ ഇത്രയും കാലമൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ട് ജനിച്ച അന്നു മുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾക്കാൻ തുടങ്ങിയിട്ട്, എന്നും ബാങ്കിൽ കേൾക്കാൻ തുടങ്ങിയിട്ട്, എല്ലാ സമയത്തും അറിഞ്ഞു അറിയാതെയൊക്കെ ഞാൻ ആയിരക്കണക്കിന് തവണ എന്റെ മുത്തുനബിയെ കുറിച്ച് കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്നിട്ടും എനിക്ക് എന്റെ ഹബീബിനെ എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? ഞാൻ എന്നെക്കുറിച്ച് ഇങ്ങനെ പഠനം നടത്തുക. മറ്റുള്ളവര് അവരവരുടെ കബറിലേക്ക് അവർക്ക് പോകാം, നമ്മളെ കബറിലേക്ക് പോകാൻ നമ്മളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ആത്മീയ ലോകത്തെക്കുറിച്ച്, എന്റെ പിഴവുകളെക്കുറിച്ച്, നേട്ടങ്ങളെക്കുറിച്ച് ആലോചിക്കരുത്. ഞാൻ ചെയ്തു വെച്ച നന്മകളെക്കുറിച്ച് ആലോചിച്ച് ഗർവ് ധരിക്കേണ്ടതില്ല. അത് കാരണം കബൂലായിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഇനി എല്ലാം സ്വീകരിച്ചാൽ തന്നെ നമ്മുടെ കർമ്മങ്ങള് വളരെ കുറവാണ്. അള്ളാഹു തന്ന നിഅമത്തുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വട്ടപൂജ്യാണ് ഇപ്പോഴും. അഭിമാനിക്കാനൊന്നുമില്ല. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ പിഴവുകളെക്കുറിച്ച്, കുറവുകളെക്കുറിച്ച്, കുറ്റങ്ങളെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാതിരിക്കുക. ഇതാണ് നമ്മുടെ അവയവങ്ങളെ തെറ്റിൽ നിന്ന്, അവയവങ്ങളെ, നാവിനെയും കണ്ണിനെയും കാതിനെയും മനസ്സിനെയും മറ്റവയവങ്ങളെയൊക്കെ തിന്മകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള വഴി. ഈ ഒരു സ്വഭാവമാണ് തിന്മകളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് മഹാനവറുകൾ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്താനുള്ള കണ്ടീഷനായി നമ്മൾ മുമ്പിൽ വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് 21ാമത്തെ ബൈത്ത് മുതൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ബൈത്തുകളിലേക്ക് തന്നെ പോകാം. ഈ വിഷയങ്ങൾ ധാരാളം പറയാനുള്ളതാണ്. സമയത്തിന്റെ ദൈർഘ്യവും അതുപോലെ സമയത്തിന്റെ കുറവും രണ്ടും കൂടെ മാനിച്ചുകൊണ്ടാണ് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് നല്ലത് പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും യജമാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.